ഇന്ന് ഏറ്റവും ക്രിമിനലുകളും അഴിമതിക്കാരും ബി.ജെ.പിയുടെ ഗോഡൌണായി മാറിയിരിക്കുന്നു. പി.ടി.ഐയുടെ മുന്നിൽ വിരളി പിടിച്ചിരിക്കുകയാണ് എൻ.ഡി.എ. തിരഞ്ഞെടുപ്പ് ബോണ്ടുകൾ അവരെ ഉലച്ചു. യോഗി ജി ഒന്നുമല്ല, പ്രധാനമന്ത്രി കാരണം മാത്രമാണ് അദ്ദേഹത്തിന് വോട്ട് ലഭിക്കുന്നത്. ഇന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവർ നാളെ നിങ്ങളെയും ബുദ്ധിമുട്ടിക്കും. ഇന്ന് ഞങ്ങളെ ലക്ഷ്യം വെച്ചുണ്ടാക്കിയ കുഴികളിൽ നാളെ നിങ്ങളും വീണേക്കാം. ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി. നിങ്ങൾ എത്ര തിരക്കിലാണെന്ന് എനിക്കറിയാം. ഇത് ഏറ്റവും കഠിനമായ മാസമാണ്. ഈ ചൂടിലാണ് നിങ്ങൾ പ്രചാരണം നടത്തുന്നത്. എന്നാൽ എല്ലാവരും പറയുന്നത് SP കോൺഗ്രസ് വാസ്തവത്തിൽ ഇന്ത്യ സഖ്യത്തിന് ശക്തിയില്ല എന്നാണ്. ഒന്നിനു പിറകെ ഒന്നായി മിസ്റ്റർ മോഡി പ്രചാരണ തിരക്കിലാണ്. എങ്ങനെയാണ് നിങ്ങൾ ആ മോദിയുടെ ശക്തിയോട് പോരാടുന്നത്? നിങ്ങൾക്ക് അല്പം ശക്തി കുറവാണെന്ന് തോന്നുന്നുണ്ടോ? ഈ വേനൽക്കാലത്ത് വന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഇനി വരാൻ പോകുന്നതും വളരെ കഠിനമായ ചൂടുകാലമാണ്. പി.ടി.ഐയുടെ ഇന്ത്യ സഖ്യത്തിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും രാഷ്ട്രീയ തന്ത്രത്തോടെ ബി.ജെ.പിക്ക് ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് ഉത്തരങ്ങളൊന്നും അവശേഷിക്കുന്നില്ല. 10 വർഷത്തിനിടയിൽ പി.ടി.ഐ എവിടെയാണെന്ന് ഞാൻ അവരോട് ചോദിച്ചാൽ അവരെന്തു പറയും? സർവകലാശാലകളുടെ നിയമനത്തിലോ? എന്താണ് പി.ടി.ഐ? കാഴ്ചക്കാരോട് പറയൂ. എന്തിനു വേണ്ടിയാണ് അത് നിലകൊള്ളുന്നത്? ബി.ജെ.പി എല്ലാവരുടെയും ഒത്തൊരുമയും വികസനത്തെയും പറ്റി പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണെങ്കിൽ മാത്രമേ അത് സാധ്യമാവൂ. എന്നാൽ സമത്വത്തിനു വേണ്ടി പോരാടിയ റാം മനോഹർ ലോഹിയുടെയും ബാബാ സാഹേബ് ഭീം റാവു അംബേദ്കറുടെയും പോരാട്ടം പോലെ എല്ലാവരുടെയും ഒരുമയിൽ അവർ ഈ അസമത്വം അവസാനിപ്പിക്കുന്നില്ല. നേതാജി തന്റെ ജീവിതം മുഴുവൻ ഈ ലക്ഷ്യത്തിനായി സമർപ്പിച്ചു. പിന്നോക്ക വിഭാഗങ്ങളുടെയും ദലിതുകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ആ പ്രസ്ഥാനത്തിൽ സമാജ്വാദി പാർട്ടിയിലെ ജനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ, ക്രിസ്ത്യാനികൾ, സിഖ് മുതലായവരും ആദിവാസികളും ഉൾപ്പെടുന്ന പിച്ചിടെ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങൾ, അല്പസംഖ്യക് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ, ആദിവാസി തദ്ദേശീയരായ ആളുകൾക്കുള്ളതാണ്. ഇതാണ് അവരുടെ അവകാശങ്ങൾക്കും ബഹുമാനത്തിനും വേണ്ടിയുള്ള ഈ പോരാട്ടം വളരെ പഴക്കം ചെന്നിട്ടുള്ളതാണ്. അവരുടെ അവകാശങ്ങൾക്കായി ഞങ്ങൾ പോരാടും. ഈ ഗ്രൂപ്പിനെ വളർത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പി.ടി.ഐയുടെ മുന്നിൽ എൻ.ഡി.എ ഭയക്കുന്നു. പി.ടി.ഐയുടെ മുന്നിൽ വിരളി പിടിക്കുകയാണ് എൻ.ഡി.എ. പിന്നെ അവർക്ക് ഉത്തരമില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിലുള്ള വൈസ് ചാൻസലർ നിയമനത്തെപ്പറ്റി അവരോട് ചോദിച്ചാൽ അതിൽ എത്ര പി.ടി.ഐ ഉണ്ടായിരുന്നു? സർവകലാശാലകളിലും കേന്ദ്ര സർവകലാശാലകളിലും സംസ്ഥാന സർവകലാശാലകളിലും വൈസ് ചാൻസലർ നിയമിച്ചവർ എവിടെയാണ്? ആരാണോ? പ്രധാനമന്ത്രി മത്സരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്ന് അവിടെ 2ാം തവണയും അവർ തന്നെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഡൽഹിയിൽ അവരുടെ സർക്കാർ 10 വർഷവും ഉത്തർപ്രദേശിൽ 7 വർഷവും കഴിഞ്ഞു. എനിക്ക് അവരോട് ചോദിക്കേണ്ടത് യുവാക്കളുടെ ജോലി എവിടെയാണെന്നാണ്. അവർ ജോലി നൽകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർ സർക്കാർ ജോലി നൽകിയാൽ സംവരണവും നൽകേണ്ടിവരും. എൻ.ഡി.എയിലെ ജനങ്ങൾക്ക് സംവരണം അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. അതിനാൽ ഇന്ത്യ സഖ്യത്തിന്റെ തന്ത്രത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് പി.ടി.ഐ ഉണ്ട്. ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുകയും അവരുടെ അഭിപ്രായങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുകയും പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അതിനാൽ നിങ്ങൾക്ക് ശക്തിയുണ്ട്. ഇന്ത്യ സഖ്യം ശക്തരാണ്. ജനങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ശക്തിയില്ലെന്നാണ്. ഇന്ത്യക്ക് ഇത്രയധികം ശക്തിയോ പിന്തുണയോ ഇല്ലായിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രിയും ബി.ജെ.പിക്കാരും അവർ ഇന്ത്യ സഖ്യത്തിന്റെ പേര് പോലും ശരിയായി പറയുന്നില്ല. ഇത് ഇന്ത്യ സഖ്യമാണ്, ഇന്ത്യ സഖ്യമല്ല. ഇന്ത്യ എന്ന് സംസാരിക്കാനുള്ള ഭയം കാരണം അവർ ഇന്ത്യ സഖ്യത്തിന്റെ പേര് പോലും ശരിയായി ഉച്ചരിക്കുന്നില്ല. അവർ അതിനെ ഇന്ത്യ അലയൻസ് എന്നാണ് വിളിക്കുന്നത്. അവരെ നോക്കൂ, പേര് തന്നെ അവർ ഭയപ്പെടുന്നു. അവർ പേര് പോലും ശരിയായി ഉച്ചരിക്കുന്നില്ല. അവർ പേര് ശരിയായി ഉച്ചരിക്കാം. നിങ്ങൾ എല്ലാവരെയും കൂടെ കൊണ്ടുപോകുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ 29-നുള്ളിൽ സഖ്യത്തിലുണ്ടായിരുന്ന ചെറുസംഘങ്ങൾ നിങ്ങളെ വിട്ടുപോയി. കോൺഗ്രസ് ഒരു സഖ്യകക്ഷിയാണ്. എന്നാൽ ന്യൂനപക്ഷങ്ങളും ചെറു ഗ്രൂപ്പുകളും എല്ലാവരും നിങ്ങളെ ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ സഖ്യത്തിൽ ഉൾപ്പെടുത്താത്തത്? ബി.ജെ.പി ഇപ്പോൾ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ്. അവർ ദുർബലരായിരുന്നില്ലെങ്കിൽ സമാജ്വാദി പാർട്ടിക്കൊപ്പമുണ്ടായിരുന്ന പാർട്ടികളെ തകർക്കുമായിരുന്നു. അവർ പാർട്ടികളെ തകർക്കുന്നു. എന്തുകൊണ്ടാണ് അവർ പാർട്ടികളെ തകർക്കുന്നത്? കാരണം ബി.ജെ.പി ദുർബലമാണ്. ബി.ജെ.പി ദുർബലമല്ലായിരുന്നുവെങ്കിൽ അവർ ഈ പാർട്ടികളെ എടുക്കുമായിരുന്നില്ല. അവരെ അധിക്ഷേപിച്ച പാർട്ടികൾ, ആ പാർട്ടികളുടെ ഭാഷ ആർക്കും കേൾക്കാൻ കഴിയാത്തതായിരുന്നു. ബി.ജെ.പിയിലെ ആളുകൾക്ക് അവരെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവഹേളിക്കപ്പെട്ടിട്ടും അതിൽ വിഷമിച്ചിട്ടും അവർക്ക് അത് സഹിച്ച് ആ പാർട്ടികളെ എടുക്കേണ്ടി വന്നു. കാരണം അവർ ചെയ്യുന്നത് വോട്ട് രാഷ്ട്രീയമാണ്.
അതുകൊണ്ട് തന്നെ ബി.ജെ.പി. ഇപ്പോൾ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യം അവർ തകർക്കുന്നത്. ആർ.എൽ.ഡിയെയും സഖ്യത്തിൽ നിന്ന് അവർ തകർത്തു. ആർ.എൽ.ഡി അവർക്ക് വേണ്ടി എന്താണ് പറയാത്തത്? അല്ലെങ്കിൽ അവർ ആർ.എൽ.ഡിക്ക് വേണ്ടി എന്താണ് പറയാത്തത്? മറ്റൊരു പാർട്ടിയുണ്ട്, അവർ അത് തകർത്തു. അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വേറെയും പാർട്ടികൾ ഉണ്ടായിരുന്നു, അവർ അവരെ കൊണ്ടുപോയി. ബി.ജെ.പിക്ക് സമാജ്വാദി പാർട്ടിയുമായി മത്സരിക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാവുന്നതിനാലാണ് അവരെ എടുത്തത്. സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദേശീയ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ മികച്ച വിക്കറ്റിലാണോ അതോ മോശം വിക്കറ്റിലാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിലവിൽ വന്ന എൻ.ഡി.എ സഖ്യവും കോൺഗ്രസുമായുള്ള എന്റെ സഖ്യവും കൊണ്ട് തന്നെ ഞാനാണ് ഇപ്പോൾ ഏറ്റവും ശക്തനാണെന്ന് ഞാൻ കരുതുന്നു. സത്യത്തിൽ ബി.ജെ.പി. തോറ്റിരിക്കുന്നു. തോറ്റവൻ ദേഷ്യപ്പെടും. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ദേഷ്യം ബി.ജെ.പിയുടെ ഭാഷയിൽ നോക്കൂ. 10 വർഷത്തിനു ശേഷം യു.പിയിൽ 10 പേപ്പറുകൾ ചോർന്നതിനെ കുറിച്ച് അവർ പറയുന്നില്ല. 10 പേപ്പറുകൾ ആണ് ചോർന്നിരിക്കുന്നത്. ജീവിതം ഇരുട്ടിലഞ്ഞ 60 ലക്ഷം കുട്ടികളാണ്. ഈ കുട്ടികളുടെ കുടുംബത്തിൽ അവരുടെ മാതാപിതാക്കളടക്കം 3 അംഗങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ കണക്ക് ശരിയാണെങ്കിൽ 60 ലക്ഷം 3 കൊണ്ട് ഗുണിച്ചാൽ 1,80,00,000 മാറുന്നു. 1,80,00,000 80 കൊണ്ട് ഹരിക്കുന്നു, അതായത് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം. അങ്ങനെ എല്ലാ ലോക്സഭയിലും ബി.ജെ.പിക്ക് 2,25,000 വോട്ടുകൾ കുറഞ്ഞു. രണ്ടാമതായി ബി.ജെ.പിക്കെതിരെ ക്ഷത്രിയ സമുദായത്തിലെ ജനങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതര സമുദായത്തിൽപ്പെട്ടവരും സർക്കാരിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ വോട്ട് കൂടി ചേർത്താൽ ഒരു ലോക്സഭയിൽ ലക്ഷക്കണക്കിന് വോട്ടുകൾ കുറഞ്ഞു. ബി.ജെ.പി. ഇത് എങ്ങനെ നികത്തും? അതുകൊണ്ടാണ് അവരുടെ പ്രസംഗങ്ങൾ തൊഴിലിനെക്കുറിച്ചോ യുപിയിലെ ഏതെങ്കിലും വലിയ നിക്ഷേപത്തെക്കുറിച്ചോ പണപ്പെരുപ്പം കുറയ്ക്കുന്നതിനെക്കുറിച്ചോ അല്ലെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. നിക്ഷേപ യോഗത്തിലാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തിയത്. ഈ നിക്ഷേപത്തിൽ സംസ്ഥാനത്തിന് എന്താണ് യഥാർത്ഥത്തിൽ ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കണമായിരുന്നു. ഡിഫൻസ് എക്സ്പോ ഇവിടെ നടന്നു. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എല്ലാവരും അതിൽ പങ്കെടുത്തു. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിന് എന്താണ് കിട്ടിയതെന്ന് അവർ പറയേണ്ടതില്ലേ? പുറത്തുവന്ന ഇലക്ടറൽ ബോണ്ടുകൾ അവരെ ഒലിച്ചിരിക്കുന്നു. ഇലക്ടറൽ ബോണ്ട് അവരെ ശരിക്കും ഞെട്ടിച്ചു. ബി.ജെ.പിക്കാർ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ചോദിച്ചാൽ ഇലക്ട്രൽ കുടിക്കാൻ നോക്കും വിധം പേടിച്ചിരിക്കുകയാണ്. മോദിയുടെ ഒരു പ്രസംഗത്തിൽ ഞങ്ങൾ പങ്കെടുത്തു. അദ്ദേഹം ഇന്ത്യക്കെതിരെ വളരെ ആക്രമണോത്സുകനാണ്. കുടുംബ പാർട്ടി, അഴിമതി, ഹിന്ദു വിരുദ്ധത, മുസ്ലിം വോട്ട് ബാങ്ക്, ജാതി രാഷ്ട്രീയം, ഇവയെല്ലാം അദ്ദേഹം പറയുന്ന ധാരണയെ നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കും? അരമണിക്കൂർ പ്രസംഗത്തിൽ അയാൾ ആക്രമിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് എതിർക്കുന്നത്? ഇതെല്ലാം വ്യാജമാണ്. ഞാൻ പറയും, ബി.ജെ.പി. കുടുംബരാഷ്ട്രീയത്തിന് എതിരാണെങ്കിൽ, അല്ലെങ്കിൽ കുടുംബമുള്ള ആർക്കെങ്കിലും എതിരാണെങ്കിൽ, എന്നാൽ അവർ ഒരു പ്രമേയം കൊണ്ടുവരട്ടെ, കുടുംബാംഗങ്ങൾക്ക് അവസരം നൽകില്ല എന്ന്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളിൽ നിന്നും വോട്ട് ചോദിക്കില്ല എന്നും. ഇന്ന് ഏറ്റവും വലിയ ക്രിമിനലുകളും മാഫിയകളും അഴിമതിക്കാരും ബി.ജെ.പിയിലാണ്. അത് ഇക്കൂട്ടരുടെ കലവറയായി മാറിയിരിക്കുന്നു. ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ഉദാഹരണം എടുക്കുക. അഴിമതിക്കാരോ ആദായനികുതി അല്ലെങ്കിൽ ഇ.ഡി നോട്ടീസുകളോ ഉള്ളവർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ കുറ്റവാളികളാണെങ്കിൽ ബി.ജെ.പി. അവരെ ഉടൻ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ യു.പിയിലെ എല്ലാ ക്രിമിനലുകളും ആദ്യത്തെ 10 പേരും ബി.ജെ.പിയോടൊപ്പമാണ്, അല്ലെങ്കിൽ ബി.ജെ.പിയെ സഹായിക്കുന്നു. ഇലക്ടറൽ ബോണ്ടിനെ കുറിച്ച് പ്രധാനമന്ത്രി എന്തു പറയും? എന്തുകൊണ്ടാണ് ഈയടുത്ത് സമാഹരിച്ച ആ സംഭാവനകൾ ആരും ഞങ്ങൾക്ക് നൽകാത്തത്? എന്തിനാണ് അവർ ബി.ജെ.പിക്ക് നൽകിയത്? യു.പിയിൽ ഞങ്ങൾ വലിയ പാർട്ടിയാണ്, പക്ഷേ ആരും ഞങ്ങൾക്ക് സംഭാവന നൽകുന്നില്ല. അതിനാൽ ഇത് ഒരു പണ വീണ്ടെടുക്കലാണ്. ഇ.ഡി, സി.ബി.ഐ അല്ലെങ്കിൽ ആദായനികുതി വഴിയാണ് ഈ പണ വീണ്ടെടുക്കൽ നടത്തുന്നത്. ഇപ്പോഴിതാ ഈ സംഭാവനയുടെ വാർത്തകൾ പുറത്തുവന്നു. അതുപോലെ ഒരു ദിവസം ആളുകൾ നൽകിയ ചിലവിന്റെ വാർത്തയും പുറത്തുവരും. പിന്നെ ഹിന്ദു വിരുദ്ധമോ? നിങ്ങൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കും? ഞാനൊരു യഥാർത്ഥ ഹിന്ദുവാണ്. ഞാൻ അവരെക്കാൾ വലിയ ഹിന്ദുവാണ്. ആരാണ് ഹിന്ദുമതത്തിന്റെ പാതയിൽ നടക്കുന്നത് എന്നതാണ് ചോദ്യം. നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിക്കുമോ? നിങ്ങൾ ആരെയെങ്കിലും കൊല്ലുമോ? ആരുടെയെങ്കിലും പേരിൽ കള്ളക്കേസ് കൊടുക്കുമോ? അതുകൊണ്ട് അവരുടെ വഴി തെറ്റി. അവരുടെ വഴി നോക്കിയാൽ അത് സനാതനത്തിന്റെ പാതയല്ല, സത്യത്തിന്റെ പാതയല്ല. ആരാധന വ്യക്തിപരമായ കാര്യമാണ്. ഞങ്ങൾ വീട്ടിൽ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് ഒരു ക്ഷേത്രമുണ്ട്. ഞങ്ങൾ പ്രാൺ പ്രതിഷ്ഠയിൽ വന്നിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. ഞാൻ ശിവനെ സന്ദർശിക്കുമ്പോൾ ഞാൻ അവന്റെ അടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. ദൈവം വിളിക്കുന്നു, ഞങ്ങൾ അതനുസരിച്ച് പോകുന്നു. ദൈവത്തിൽ നിന്ന് ആർക്കെങ്കിലും ഒരു വിളി ലഭിച്ചാൽ അവരെ പോകുന്നതിൽ നിന്ന് ആരാണ് തടയുക?
യുപി മുഖ്യമന്ത്രി ഫ്രെയിമിൽ പോലും ഇല്ലായിരുന്നു. അവർ അദ്ദേഹത്തെ വരിയിൽ നിർത്തിയതും നമ്മൾ കണ്ടു. ഇരുന്നപ്പോൾ അവർ അവനെ വരിയിൽ ഇട്ടിരുന്നു. രാജ്യം മുഴുവൻ ഇത് കണ്ടു. നമ്മുടെ മുഖ്യമന്ത്രിക്ക് ചുവന്ന പരവതാനിയിൽ നടക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പോൾ ആരാണ് അവിടെ അപമാനിക്കപ്പെടാൻ വേണ്ടി പോവുക? അതും അവരുടെ വിളിയിൽ. ദൈവം വിളിച്ചാൽ ഞങ്ങൾ പോകും. രാം മന്ദിർ, അതിന്റെ ആഘാതം എന്താണ്? തീർച്ചയായും 20-30 വർഷം പഴക്കമുള്ള കഥയാണ്. എന്നാൽ ഇപ്പോൾ അത് നിങ്ങളെ ബാധിക്കുകയും അവർക്ക് എന്തെങ്കിലും ഗുണം നൽകുകയും ചെയ്യുമോ? രാമനേക്കാൾ പ്രധാനം ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുകയും കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുകയും ചെയ്യുക എന്നതാണ്. വർദ്ധിച്ച പണപ്പെരുപ്പം, അതിന് അവർക്ക് ഉത്തരമില്ല. ഇലക്ടറൽ ബോണ്ടുകൾ കാരണം അഴിമതി വർദ്ധിച്ചു, പണപ്പെരുപ്പവും വർദ്ധിച്ചു. 1000 കോടി അല്ലെങ്കിൽ 500 കോടി നൽകിയ കമ്പനികൾക്കും ലാഭം ലഭിക്കും. അങ്ങനെ ഒരു വശത്ത് അഴിമതി നടക്കുന്നു, മറുവശത്ത് വിലക്കയറ്റം വർദ്ധിക്കുന്നു. മോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ച് മോദിജി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മോദിയുടെ ഉറപ്പ് ഇതാണ്. മോദിയുടെ ഉറപ്പാണ് എല്ലാം. അതിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതിനെതിരെ എങ്ങനെയാണ് നിങ്ങൾ പ്രചാരണം നടത്തുന്നത്? കൊറോണ കാലത്ത് അദ്ദേഹം ആളുകളെ കൈയടിപ്പിക്കുകയും പ്ലേറ്റ് മുട്ടിപ്പിക്കുകയും ചെയ്യിപ്പിച്ചിരുന്നു. അത്തരമൊരു കാലഘട്ടം ഈ രാജ്യത്തെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ഉറപ്പുകൾ ഒന്നുമല്ല മണി പോലെ, ഇവ ഭാരതീയ ജനതാ പാർട്ടിയുടെ പൊള്ളയായ വാഗ്ദാനങ്ങളാണ്. ഈ പൊള്ളയായ മണി ജുംലയേക്കാൾ വലുതാണ്. ഇത് രാജ്യത്തിനാകെ അറിയാം. മുമ്പ് അവർക്ക് ജുംല ഉണ്ടായിരുന്നു, ഇപ്പോൾ അവർക്ക് പൊള്ളയായ മണികളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരിൽ ആർക്കാണ് കൂടുതൽ സ്വാധീനം? യുപിക്ക് യോഗിയോ മോദിയോ? യോഗിയോ മോദിയോ? യോഗി ജി ഒന്നുമല്ല, പ്രധാനമന്ത്രി കാരണമാണ് അദ്ദേഹത്തിന് വോട്ട് കിട്ടുന്നത്. നിങ്ങളുടെ പ്രസംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാറുള്ള ഏറ്റവും വലുതും മികച്ചതുമായ 2 പ്രതികരണങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് തൊഴിലില്ലായ്മ, രണ്ടാമത്തേത് ആളുകൾ അഗ്നിവീർ പദ്ധതി ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. മൂന്നാമതായി കർഷകർക്കായി ഒരു MSP നിയമം ഉണ്ടാകണം. കർഷകരുടെ വരുമാന വർധനയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന നീണ്ട പ്രസ്ഥാനം, MSP യെക്കുറിച്ചുള്ള വിവിധ സംവാദങ്ങൾ എന്നിവ കാരണം ഇവിടെ കർഷകർ വളരെ ബോധവാന്മാരായി. BJP തന്നെ അംഗീകരിക്കുകയും അവർ ചൗധരി ചരൺ സിംഗ് ജിക്കും MS സ്വാമിനാഥൻ ജിക്കും ഭാരതരത്നയും നൽകി. അങ്ങനെ സംഗതി വലുതായി. കർഷകൻ തോന്നുന്നത് കർഷകർക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ ചൗധരി ചരൺ സിംഗ് ജിയും കമ്മീഷന് കീഴിൽ കർഷകൻ യഥാർത്ഥത്തിൽ എങ്ങനെ ലാഭമുണ്ടാക്കാൻ കഴിയുമെന്ന് ഒരു ഫോർമുല നൽകിയ MS സ്വാമിനാഥൻ ജി. അങ്ങനെ വിശ്വാസം വർദ്ധിച്ചു. രാഷ്ട്രീയ പാർട്ടികളിലൂടെയും കർഷക പ്രസ്ഥാനത്തിലൂടെയും MSP പ്രശ്നം കർഷകർക്കിടയിലാണ്. എന്നാൽ ഇത് പ്രധാനമായും പശ്ചിമ യുപിയിലാണ്. അഗ്നിവീറും MSPയുടെ പ്രശ്നം പ്രധാനമായും പശ്ചിമ യുപിയിലാണ്. കാരണം ഏറ്റെടുക്കൽ ആ മേഖലയിൽ നടക്കുന്നു. കിഴക്കൻ യുപിയിൽ ഏറ്റെടുക്കൽ നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് പറയുക? ഇങ്ങനെ പറയുന്നത് ശരിയല്ല. MSP അവസാന കോണിലേക്ക് പോയിരിക്കുന്നു. യുപിയുടെ എല്ലാ കോണുകളിലേക്കും അത് പോയിട്ടുണ്ട്. കാരണം കർഷകൻ എല്ലായിടത്തുമുണ്ട്. അഗ്നിവീരിനെ സംബന്ധിച്ചിടത്തോളം യുപിയിൽ ഗാസിപൂർ, ബാലിയ, ജൗൻപൂർ, പിന്നെ വാരണാസി, ചന്ദോളി എന്നിവിടങ്ങളിൽ നിന്ന് സൈന്യത്തിലേക്കോ അഗ്നിവീരിലേക്കോ പോകുന്ന യുവാക്കളുടെ എണ്ണം തുല്യമാണ്. ഈ പ്രദേശങ്ങളിൽ നിന്നുപോലും യുവാക്കൾ വൻതോതിൽ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ആസൻഗഡ്, മൗണ്ട്, ഈ പ്രദേശങ്ങളിൽ നിന്നാണ് യുവാക്കൾ തയ്യാറെടുക്കുന്നത്. നമ്മുടെ ജില്ലകളിൽ നിന്ന് പോലും മെയിൻപുരി, ഇറ്റാഹ്, ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ അല്ലെങ്കിൽ സൈന്യത്തിൽ നിന്ന് വിരമിച്ച ആളുകൾ. മുസാഫർനഗർ, മീററ്റ്, ഗാസിപൂർ, മൈപുരി, ഇറ്റാഹ് എന്നിവിടങ്ങളിൽ സമീപ ജില്ലകളിൽ നിങ്ങൾ അവരെ കണ്ടെത്തും. ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സ്ത്രീകളുടെ വോട്ടുകൾ നിർണായകമാണെന്ന് എല്ലാവരും പറയുന്നു. സ്ത്രീകളുടെ വോട്ടുകൾ ആകർഷിക്കാൻ ഒരു പാർട്ടി എന്ന നിലയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? റേഷൻ, ഗ്യാസ്, കക്കൂസ്, ഭവന വായ്പ തുടങ്ങിയെല്ലാം വീടു ലക്ഷ്യമിട്ടാണ് താൻ നൽകിയതെന്ന് മോദിജി പറയുന്നു. എല്ലാ സർക്കാരുകളും ഇത് നൽകുന്നു. എല്ലാ സർക്കാരുകളും ഇത് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ സ്ത്രീകൾക്ക് മാസം 500 രൂപ നൽകി അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചിരുന്ന സമാജ്വാദി പെൻഷനെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. BJP ഇന്ന് സ്വയം പുകഴ്ത്തുന്ന DBT സമ്പ്രദായം ആദ്യം നടപ്പിലാക്കിയത് ഉത്തർപ്രദേശാണ്. രേഖകൾ പ്രകാരമാണ് ഞാനിത് പറയുന്നുണ്ട്. സമാജ്വാദി പെൻഷന്റെയും ക്ഷേമ പദ്ധതികളുടെയും പണം നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറുന്ന DBT സംവിധാനം ഉത്തർപ്രദേശിൽ ആദ്യമായി നടപ്പാക്കിയത് സമാജ്വാദി സർക്കാരാണ്. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, സംരക്ഷണം എന്നിവയെക്കുറിച്ച് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഇത് നേരത്തെ തന്നെ നടപ്പിലാക്കിയിട്ടുമുണ്ട്. അവരുടെ സംരക്ഷണത്തിനായി ഒരു 090 ഹെൽപ്പ് ലൈൻ ഞങ്ങൾ നടപ്പിലാക്കിയിരുന്നു. വലിയ തോതിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഇതിൽ നിന്ന് സഹായം ലഭിച്ചിരുന്നു. ഗാർഹിക പീഡനം നേരിടുന്ന സ്ത്രീകളിലേക്ക് വലിയ തോതിൽ എത്തിച്ചേരാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന പ്രതികരണ സംവിധാനത്തിന് കഴിഞ്ഞു.
സാധാരണ സംവിധാനങ്ങളിലൂടെ ഞങ്ങൾക്ക് എത്തിച്ചേരാനാകാത്തിടത്ത് പ്രതികരണ സംവിധാനം അവരിലേക്ക് എത്തി. സമാജ്വാദി പെൻഷൻ വഴി ഞങ്ങൾ അവരെ നേരിട്ട് സഹായിച്ചിരുന്നു. പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രത്യേക സഹായം നൽകണമെന്ന് ഇത്തവണയും ഞങ്ങൾ പ്രകടന പത്രികയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. KG മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ തീരുമാനങ്ങളെല്ലാം ഞങ്ങൾ സംസ്ഥാന സർക്കാരിലായിരിക്കുമ്പോൾ എടുത്തതാണ്. കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ അവസരം ലഭിക്കുമ്പോഴെല്ലാം ഞങ്ങൾ തയ്യാറാക്കിയ വിഷൻ ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ അത് നടപ്പിലാക്കും. അവസാന ചോദ്യം, നിങ്ങൾക്ക് ഇതേ CBI എന്നിവയെ പേടിയാണോ? നിങ്ങൾക്ക് മറ്റ് ഭീഷണികൾ ലഭിക്കുന്നുണ്ടോ? നോക്കൂ, BJP മറ്റുള്ളവരോട് ചെയ്ത് അത് ആദ്യം നമ്മോട് ചെയ്തു. ഞാൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നിമിഷം അവർ അത് ഗംഗാജലം കൊണ്ട് കഴുകി. മുഖ്യമന്ത്രിമാരാരും തങ്ങളുടെ ഔദ്യോഗിക വസതിയിൽ കയറുന്നതിന് മുമ്പ് ഗംഗാജലം കൊണ്ട് വൃത്തിയാക്കില്ലായിരുന്നു, പക്ഷേ അവർ അത് വൃത്തിയാക്കി. മുൻ മുഖ്യമന്ത്രിമാർക്ക് വീടുകൾ കിട്ടുന്ന നിയമം ഇവിടെ നിലവിലുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ നേതാജിയെയും ഞങ്ങളുടെ വീടിനെയും അവർ തട്ടിയെടുത്തു. അവർ ഞങ്ങളുടെ സുരക്ഷ തട്ടിയെടുത്തു. അവർ ഞങ്ങളെ സ്വന്തം വീട്ടിലേക്ക് കയറാൻ അനുവദിച്ചില്ല. അവർ ഒരു ഫെയിൽ ചെയ്തു. ഞങ്ങൾ ഞങ്ങളുടെ വീടിനുള്ളിൽ ഒരു ഹോട്ടൽ നിർമ്മിക്കുന്നുവെന്ന് പറഞ്ഞു. അതിനാൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം അവർ ചെയ്തു. CBI, ഇൻകം ടാക്സ് എന്നിവയെ സംബന്ധിച്ച് ഞങ്ങളുടെ ചില പേപ്പറുകൾ കേടുകൂടാതെയിരിക്കുന്നതിനാൽ ഞാൻ കോൺഗ്രസിന് നന്ദി പറയും. ഞങ്ങൾക്ക് ഒരു കമ്പനിയും ഇല്ല, ഞങ്ങൾക്ക് ഒരു ബിസിനസ്സും ഇല്ല. അപ്പോൾ ഈ ഡി എവിടെ നിന്ന് വരും? അവരിനി ഏത് സാഹചര്യങ്ങളിൽ വന്നാലും അത് നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. പോലീസ് ചോദിക്കുന്ന രീതിയിൽ അവർക്ക് ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാം. എന്നാൽ ഒരു ചോദ്യമുണ്ട്. ഡൽഹി മുഖ്യമന്ത്രിയെ ജയിലിലേക്ക് അയക്കാമെങ്കിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ ജയിലിലടക്കാം. പക്ഷേ ഈ സംവിധാനം തകർക്കാൻ പാടില്ല. വ്യവസ്ഥിതിയെ നശിപ്പിക്കുന്നവർ ആത്യന്തികമായി ഭരണനെയും ജനാധിപത്യത്തെയും നശിപ്പിക്കുന്നു. ഇന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് നാളെയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാം. നമുക്ക് വേണ്ടി കുഴിയെടുക്കുന്നവർ നാളെ അവരും അതിൽ വീഴാം. അതുകൊണ്ട് ഈ വ്യാജ ആരോപണവും ഇത്തരത്തിലുള്ള ആരോപണവും ആരെയെങ്കിലും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്താണ് ഞങ്ങൾ കൂടെ കൊണ്ടുപോയത്? ലാപ്ടോപ്പ് വിതരണം ചെയ്തവർ വീട്ടുപകരണങ്ങൾ കൊണ്ടുപോകും. ഞങ്ങൾ ലാപ്ടോപ്പ് വിതരണം ചെയ്തിരുന്നിടത്ത് ഇന്ന് ഞാൻ സന്തുഷ്ടനാണ്. ഇന്ന് അമേരിക്കയിലെ പല നഗരങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പാവപ്പെട്ട കുട്ടികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നു. അപ്പോ ഇത് BJPയുടെ ആളുകളെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന രീതിയാണ്. കാരണം അവർക്ക് എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട്, അവർക്ക് ഉണ്ട്, അവർക്ക് പത്രങ്ങളുണ്ട്. ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയരുത്, പക്ഷേ ചിലപ്പോൾ ഞങ്ങൾ ഇത് പത്രത്തിന് മുന്നിൽ പറയും. ഇന്നത്തെ മാധ്യമങ്ങൾ മാസ്റ്ററുടെ മഹത്വം പാടുന്നു. ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടേണ്ട ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. അവരുടെ സ്വാതന്ത്ര്യം പോലും പരിമിതപ്പെടുത്തിയിരിക്കുന്നു. വളരെ നന്ദി. നിങ്ങൾ വളരെ തിരക്കിലാണെന്ന് എനിക്കറിയാം. നന്ദി, നിങ്ങൾ ഇവിടെ വന്നത് നന്നായി. കൂടാതെ നിങ്ങൾ ഓരോ തവണയും ഇവിടെ വരുന്നത് നല്ലതായി തോന്നുന്നു.